നമ്മുടെ ഒരു അക്കാഡമിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു ഇൻഡസ്ട്രി ലെവലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റുഡൻറ്റ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ ഈവൻ ഇഫ് ദേ ആർ വർക്കിംഗ് ആസ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഫോർ 4 to 6 months, അത് കഴിഞ്ഞിട്ട് കാണുമ്പോഴും അവരുടെ നോളേജ് സീറോ ലെവലിലാണ്. ഒരു ലൈവ് പ്രോജക്റ്റിൽ ഇൻറ്റേൺസ് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ കറക്റ്റായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്നാണ് ചോദ്യം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അവർക്ക് ആ ബെനിഫിറ്റ് അധികം കിട്ടുന്നില്ല. എന്താണ് കാരണം? ശരിക്കും ഒരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഒരു അക്കാഡമിക്കൽ എഡ്യൂക്കേഷനിൽ ഒരു ഇൻഡസ്ട്രി ലെവലിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്റ്റുഡൻറ്റ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ അവിടെ അവർക്ക് കിട്ടുന്നത് റിയൽ ടൈം പ്രൊജക്റ്റിൻ്റെ എക്സ്പോഷറാണ്. ലൈവ് പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡെഡ് ലൈൻസിൽ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു പ്രഷർ സിറ്റുവേഷൻസ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇൻഫോർമേഷൻ മാനേജ്മെൻറ്റ്, പ്രൊജക്റ്റ് ഫ്ലോ എന്താണ്, അവരുടെ ക്വാളിറ്റി അനാലിസിസിൽ ക്വാളിറ്റി ചെക്കിൽ എങ്ങനെയാണ് ഇവർ ഇൻവോൾവ് ആവുക എന്നുള്ള എല്ലാ ഘടകങ്ങളിലും കൃത്യമായിട്ടുള്ള ഇൻവോൾവ്മെൻ്റ് ആവുമ്പോഴാണ് ഈ പറയുന്ന സ്റ്റുഡൻറ്റിന് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ബെനിഫിറ്റ് കിട്ടുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഒട്ടുമിക്ക കമ്പനിയിലും ഇൻറ്റേൺഷിപ്പ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഷോർട്ട് ഡ്യൂറേഷനിലായിരിക്കും ഇവർ ആ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവർ ഈ ഒരു ആക്ച്വൽ പ്രൊജക്റ്റിലേക്ക് ഇവരെ വർക്ക് അസൈൻ ചെയ്യുമ്പോൾ റൈറ്റ് സൂപ്പർവിഷനോ ഇല്ലെങ്കിൽ ഒരു ടീച്ചിങ് പ്രോസസ്സിലേക്കോ ഇവർ അധികം ഫോക്കസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. മറിച്ച് ചെറിയ ടാസ്ക് ലൈക്ക് മൈനർ മോഡിഫിക്കേഷൻസോ ഇല്ലെങ്കിൽ ഡാറ്റ എൻട്രി ജോബ് ലൈക്ക് ടെക്സ്റ്റ് ടാഗിങ് ഒക്കെ ആഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും ഇവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈവൻ ഇഫ് ദേ ആർ വർക്കിംഗ് ആസ് ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം ഫോർ 4 to 6 months, അത് കഴിഞ്ഞിട്ട് കാണുമ്പോഴും അവരുടെ നോളേജ് സീറോ ലെവലിലാണ്. കാരണം കൃത്യമായിട്ടുള്ള പ്രൊജക്റ്റ് എക്സ്പോഷർ കിട്ടുന്നില്ല. സോ ഇൻ ഷോർട്ട്, ലൈവ് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ചെക്ക് ചെയ്യേണ്ടത് അവർക്ക് റൈറ്റ് എക്സ്പോഷർ കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ മിക്ക കമ്പനീസും അത് കൊടുക്കാൻ അത്ര കേപ്പബിൾ അല്ല. ആ ഒരു ഇൻറ്റേൺഷിപ്പിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? അതിനെ കസ്റ്റമൈസ് ചെയ്യണം. അപ്പോൾ ലേണിംഗ് പ്രോസസ്സിൽ തന്നെ ഒരു ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും പറ്റും, റെഡി ടു വർക്ക് എന്ന ലെവലിലേക്ക് ജോബ് മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനും പറ്റും. അപ്പോൾ കസ്റ്റമൈസ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് എങ്ങനെ ചെയ്യാം? റിയൽ ടൈം ആയിട്ടുള്ള മാനേജേഴ്സും കോർഡിനേറ്റേഴ്സും അടങ്ങിയിട്ടുള്ള പ്രോഗ്രാമിൽ അവർ ഇൻവോൾവ് ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റിൽ A to Z ലൈക്ക് അവർ പഠിച്ച കാര്യങ്ങളെല്ലാം എല്ലാം ഈവൻ എന്താ പറയുക, മോഡലിംഗ് ആണെങ്കിലും കോർഡിനേഷൻ ആണെങ്കിലും അവരെല്ലാ പ്രോസസ്സിലേക്കും ഇൻവോൾവ് ആവാൻ പറ്റുമ്പോൾ അവർക്ക് എന്ത് പറ്റും? റൈറ്റ് പ്രൊജക്റ്റ് എക്സ്പോഷർ കിട്ടും. അത് അവർക്ക് കുറച്ചും കൂടി എഫക്റ്റീവ് ആവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം.